അത് അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിജീവിതയുടെ ഒപ്പമാണ് നാടും സർക്കാരുമുള്ളത്. ആ നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ പരാതി സിഎമ്മിന് നേരിട്ടാണ് കിട്ടിയത്. ആ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത്. രണ്ടാമത്തെ പരാതി KPCC അല്ലേ കൊടുത്തത്? ഡ്രാഫ്റ്റഡ് ആണ് എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന അദ്ദേഹം സംശയിക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവന. അതൊക്കെ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ പറയുന്ന കോൺഗ്രസിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവര് തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പോയാൽ തന്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവര് നാടിനു മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം നമ്മൾ കണ്ടു. ശബരിമല വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് ഈ സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള നടപടികളൊന്നും എടുക്കില്ലായിരുന്നു, അത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റ് വിഷയങ്ങളുമായി UDF കൺവീനറുടെ നിലപാടുമായി ബന്ധപ്പെട്ടും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹം ഒരു ക്രിമിനൽ സംഘമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വലിയ ഭീഷണിയിലൂടെയാണ് അതിജീവിതമാരെ എന്ന് വെച്ചാൽ ഇരകളാക്കപ്പെട്ട സ്ത്രീകളെ മൊഴി നൽകുന്നതിലടക്കം തടഞ്ഞു നിർത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വളരെ ഗുരുതരമായ ആരോപണം ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ച സ്ഥിതിവിശേഷം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വന്ന് കുറെ കൂടി കടത്തി മുഖ്യമന്ത്രി പറയുന്നത് എന്ന് കൂടി കാണണം. അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും ചിലതൊക്കെ വരാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ആരോപണം എന്നുള്ള CPM, അതായത് CPM ആണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നുള്ള KPCC അധ്യക്ഷന്റെ വാക്കുകളെ അദ്ദേഹം ചിരിച്ചു തള്ളുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം കൂടി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് ദിവസം എല്ലാ വിവാദ വിഷയങ്ങളെ ഒന്നും പരാമർശിച്ചാണ് മുഖ്യമന്ത്രി പോയത്. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബിജീഷ്, കേൾക്കാമോ? കേൾക്കാൻ സൈഫോ, അതായത് മുഖ്യമന്ത്രി എല്ലാ വിഷയങ്ങളിലും ഒന്ന് പരാമർശിച്ചു പോയി. ഏതാണ് കാര്യമായി നമ്മൾ കാണേണ്ടത്? ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ലൈംഗിക വൈകൃതക്കാർ. സൈഫോ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയത്. അതായത് ലൈംഗിക വൈകൃതക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന അതിക്രമങ്ങൾ, അതിനകത്ത് ആ വൈകൃതങ്ങൾക്കപ്പുറത്തേക്ക് ഇരകളെ ഭീഷണിപ്പെടുത്തുന്ന, അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മുതിർന്ന നേതാക്കന്മാരിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പരാതിയെ സംബന്ധിച്ച് പ്രതികരണം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇരകൾ ഇത്തരത്തിൽ പേടിച്ച് ഇതിനകത്ത് പരാതി ഉൾപ്പെടെ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്നുള്ളത് കൂടി നേതൃത്വം മനസ്സിലാക്കണം. ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ പരാതികൾ ഒന്നുകിൽ, ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള പരാതികൾ ഒന്നുകിൽ പുറത്തേക്ക് വന്നേക്കാം എന്നുള്ളൊരു സൂചന കൂടി മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. അതായത് ഇന്നത്തെ പ്രധാന വാർത്തയായിട്ട് വരുന്നത് ഇത് തന്നെയാണ്.
മുഖ്യമന്ത്രി KPCC പ്രസിഡന്റിന്റെ ആരോപണത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്നു. വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പരാതിയെക്കുറിച്ച് KPCC പ്രസിഡന്റ് പറയുന്നത് ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ കാട്ടിയ ആൾക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇതിനേക്കാൾ ഭീകരമായ പരാതികൾ ഒന്നുകിൽ വന്നേക്കാം എന്നുള്ള സൂചനയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള അതിക്രമങ്ങൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുണ്ടായി. അതിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ നടത്തുന്നത് ഒരു തരത്തിലും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ശബരിമല കൊള്ളയിൽ അത് ഒരു തരത്തിലും സർക്കാരിനെ ബാധിക്കുന്ന വിഷയമായി വരില്ല. കാരണം ഈ സർക്കാർ ആയതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് തട്ടിപ്പ് നടത്തിയവരെ അല്ലെങ്കിൽ കൊള്ള നടത്തിയവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സൈഫുദ്ദീൻ.